എല്ലാവർക്കും നമസ്കാരം. ഒരിക്കലൊരു പെൺകുട്ടി ചോദിക്കുന്നത് കേട്ടായിരുന്നു, ദൈവത്തെ നമ്മൾ ഭയപ്പെടണോ എന്ന്. ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ദൈവം എന്നതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരാണ് ദൈവം? എന്താണ് ദൈവം? എവിടെയാണ് ആ ദൈവം? എവിടെയാണ് ആ ദൈവം വസിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. പലരും ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്: ധാരാളം പണമുണ്ട്, ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്, ആരെ ആശ്രയിക്കേണ്ട കാര്യമില്ല, എന്തും എനിക്ക് സാധിച്ചെടുക്കാം എന്നുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. എപ്പോഴാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഒരാപത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ മാരകമായ എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, അപ്പോഴാണ് നമ്മൾ ദൈവം എന്ന ശക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും വിശ്വാസമുണ്ട്. കുട്ടിക്കാലം മുതൽ മാതാപിതാക്കൾ പകർന്നു കൊടുത്തത്, അല്ലെങ്കിൽ മുതിർന്നവർ പകർന്നു കൊടുത്ത ഒരു വിശ്വാസം, കുറേ ആചാരങ്ങൾ, അത് അവൻ്റെ ജീവിതാവസാനം വരെ അവനോടൊത്തു തന്നെ കാണും. അതിൽ നിന്ന് വ്യതിചലിക്കുവാൻ പലരും തയ്യാറാകില്ല. അതൊരു സത്യമാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ദേവാലയങ്ങളുണ്ട്. ആ ദേവാലയങ്ങളെല്ലാം തന്നെ പരിശുദ്ധമായിട്ടാണ് ആളുകൾ സംരക്ഷിക്കുന്നത്. സ്വർണം പൂശിയും വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ട് അതിനെ മോടി പിടിപ്പിച്ചൊക്കെയാണ് അതിനെ സംരക്ഷിച്ചു വരുന്നത്. നമ്മുടെയൊക്കെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി ദേവാലയങ്ങളിൽ പോയി ഒരുപാട് പണം മുടക്കി ചെലവ് നടത്തുന്നവരാണ് നമ്മളിൽ പലരും. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിനുള്ളിൽ രഹസ്യ അറകളിലായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന അമൂല്യങ്ങളായ രത്നങ്ങളും വജ്രങ്ങളും സ്വർണങ്ങളും വെള്ളികളുമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് അവിടെ ഉള്ളതായി പറയപ്പെടുന്നു. പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. അത് യഥാർത്ഥ വസ്തുത തന്നെയാണ്. ആ ദൈവം ആരാണ്? ഇന്ന് വരെ ആർക്കും നിർവചിക്കാനാവാത്ത ഒരു ശക്തിയാണത്. ആരും കണ്ടിട്ടില്ലാത്ത, പൂർണ്ണമായിട്ട് നാം മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു ദൈവിക ചൈതന്യം നമ്മുടെ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ പലർക്കും പ്രാർത്ഥനയിലൂടെയൊക്കെ ആ ഒരു ആത്മീയമായ ഒരു സൗഖ്യവും ഒരു സന്തോഷമൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേവാലയങ്ങളൊക്കെ ദൈവികമായ ഒരു ചൈതന്യത്തിൽ നിലനിൽക്കുന്നത്. നമ്മുടെയൊക്കെ എവിടെയാണ് ദൈവം വസിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. ഹൃദയമാണ് യഥാർത്ഥ ദേവാലയം. ആ ദേവാലയത്തിലാണ് നമ്മളൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം കുടികൊള്ളുന്നത്. അദൃശ്യനായ ഒരു ദൈവം ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ദൈവത്തെ നമുക്ക് എങ്ങനെയാണ് ദർശിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ മനുഷ്യരിലൂടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒരാപത്ത് വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പ്രത്യക്ഷനാകുന്ന ആ മനുഷ്യനിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു. പിന്നെ ദയനീയാവസ്ഥയിൽ കഴിയുന്ന മനുഷ്യർക്ക് സഹായമായി എത്തുന്ന വ്യക്തികളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു. കരുണയിലൂടെ, സ്നേഹത്തിലൂടെ, പരസ്പര സഹായത്തിലൂടെ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ദൈവികമായൊരു പ്രവർത്തനം നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആ പെൺകുട്ടി ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരാം: ദൈവത്തെ നമ്മൾ ഭയപ്പെടണോ എന്നുള്ളത്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഭയപ്പെടുന്നവരാണോ? അതോ അവരെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണോ? മാതാപിതാക്കൾ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നു. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കുമോ? അയ്യോ, എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ ഭയമെന്നാണോ വിളിക്കുന്നത്? അല്ലല്ലോ. ആ മാതാപിതാക്കളോടുള്ള നമ്മുടെ സ്നേഹമല്ലേ അത് വ്യക്തമാകുന്നത്. അത് തന്നെയല്ലേ ദൈവവും ആവശ്യപ്പെടുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുക, തെറ്റ് ചെയ്യാതെ നല്ല കുട്ടികളായിട്ട്, നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക.
അത് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹവും. അതുകൊണ്ട് പിന്നെ നമ്മൾ ദൈവത്തെ എന്തിനാണ് ഭയപ്പെടുന്നത്? ദൈവത്തോട് നമുക്ക് സ്നേഹമാകാം. ആ സ്നേഹമല്ലേ ദൈവം നമുക്കും തരുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ കുട്ടിക്കാലം മുതൽ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. കുറേ ആചാരങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകാൻ ഒരിക്കലും എന്നെക്കൊണ്ട് കഴിയില്ല. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യരും. അവരുടേതായ വിശ്വാസങ്ങളിൽ അവർ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിതാവസാനം വരെ അവർ നിലനിൽക്കുന്നു. അതിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസത്തിലേക്ക് അവർ പോകുമ്പോൾ, ഞാൻ മനസ്സിലാക്കിയത് അവരിൽ 2 വിശ്വാസങ്ങൾ അപ്പോൾ നിലനിൽക്കും. ഒന്ന്, ആദ്യമേ ഉള്ളവരുടെ വിശ്വാസവും, രണ്ടാമത് പിന്നീട് അവർ കരുതിയിരിക്കുന്ന മറ്റൊരു വിശ്വാസവും. അങ്ങനെ അവർ 2 തലത്തിലേക്ക് ദ്വന്ദ്വ വ്യക്തിത്വമുള്ളവരായിട്ട് മാറുന്നു. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ളൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് ജീവിക്കേണ്ട ഒരു ഗതി അവർക്കുണ്ടാകുന്നു. തെറ്റും ശരിയും മനസ്സിലാക്കി വിവേകത്തോടെ ജ്ഞാനിയായി ജീവിക്കുന്ന ഒരു മനുഷ്യന് യഥാർത്ഥ ദൈവത്തെ കാണുവാൻ സാധിക്കും, യഥാർത്ഥ ദൈവത്തെ അറിയുവാൻ സാധിക്കും. അവൻ്റെ ഉള്ളിൽ എന്നും സ്നേഹവും കരുണയും ഉണ്ടാകും. അവനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ, അവൻ്റെ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകും അവനിൽ ദൈവമുണ്ടെന്ന്. അതാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ മുഖം, യഥാർത്ഥ ദൈവത്തിൻ്റെ സ്നേഹം, യഥാർത്ഥ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സംഗീതവും ദൈവവുമായിട്ട് വളരെയേറെ അടുത്തൊരു ബന്ധമുണ്ട്. അത് പലരും പറയുന്നൊരു കാര്യമാണ്. പല സംഗീതജ്ഞരും അത് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ദൈവത്തിൻ്റെ ഒരു പവർ എന്ന് പറയുന്ന ഒരു സംഗീതത്തിലുണ്ട്. നമ്മൾ പാട്ടിലൂടെ ദൈവത്തെ സ്തുതിച്ച് പാടുമ്പോഴും അല്ലാതെ നമ്മൾ ഇങ്ങനെ ഗാനം ആലപിക്കുമ്പോഴും ഒക്കെ ഒരു സ്പിരിച്വൽ പവർ, എന്താ പറയുന്നത്, ഹോളി സ്പിരിറ്റിൻ്റെ ഒരു പവർ നമുക്ക് അനുഭവം പെടാറുണ്ട്. അപ്പോൾ സംഗീതത്തിന് ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ആഴമാണത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേവാലയങ്ങളിലൊക്കെ സംഗീതത്തിന് കൂടുതലായിട്ട് പ്രാധാന്യം കൽപ്പിക്കുന്നത്. അത് ദൈവമായിട്ട് അടുത്തിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. ദൈവിക കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഇത് എല്ലാം ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഓരോ മനുഷ്യരും ഇപ്പോൾ ദേവാലയത്തിലായാലും അല്ലെങ്കിൽ മറ്റ് ആത്മീയ പ്രസംഗങ്ങളിലൂടെ ആണെങ്കിലും ആവർത്തിച്ച് മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവും ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. കാലാകാലങ്ങളായി ഓരോരുത്തർ നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ തന്നെയാണത്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടാവും, പിന്നെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നത്, അല്ലേ? ശരിക്കും നമ്മളിപ്പോൾ ഒരു 10 കാര്യം പറയുമ്പോൾ ഒരു കാര്യമെങ്കിലും ആരുടെയെങ്കിലും മനസ്സിൽ കയറുകയാണെങ്കിൽ അത് നല്ലതല്ലേ? അങ്ങനെ ആ വ്യക്തിയിലൂടെ ഒരു സമൂഹം തന്നെ നന്നായിപ്പോയാൽ അത് വലിയൊരു കാര്യമല്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ ഒരവസ്ഥ തന്നെ നമുക്കെടുക്കാം. COVID-19 വർഷങ്ങളായിട്ട് മനുഷ്യനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഇത് പിടിപെടുന്ന പലരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളോടൊക്കെ വിളിച്ച് പറയാറുണ്ട്, അയ്യോ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെയൊക്കെ കാര്യം കൂടി ഒന്ന് ഓർക്കണേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു അവസ്ഥയിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോൾ അതുവരെ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ദൈവം, അല്ലെങ്കിൽ അതുവരെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ആ ഒരു അവസ്ഥയിൽ നമ്മൾ കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ്? നമുക്കും ജീവിക്കണം, നമുക്കും നല്ല നിലയിൽ ജീവിക്കണം, ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മളിൽ എല്ലാവർക്കും ഒരു ദൈവിക വിശ്വാസം, ഒരു ദൈവിക നന്മ ഉണ്ടായിരിക്കുന്നത് വളരെയേറെ നല്ലതായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ഹൃദയവിചാരങ്ങളെ അറിയുന്ന ആ ദൈവത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. ജാതിയും മതവും പറയുന്നവരോടൊപ്പം ഞാനില്ല.
അതൊരു രോഗമാണ്, മാരക രോഗമാണ്. അതിലൊന്നും വിശ്വസിക്കാതെ യഥാർത്ഥ ദൈവത്തിൽ വിശ്വസിച്ച് നമുക്ക് നല്ലവരായി ജീവിക്കാം. എല്ലാവർക്കും നന്ദി.